അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ദൂസെറ്റ് ദോഹ ഹോട്ടൽ, ഈ ഹോട്ടലിൻ്റെ ഫുൾ ഇവിടുത്തെ സർവീസും കാര്യങ്ങളും അങ്ങനെ തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ്. ഇതാണ് നമ്മളുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കിവിടെ ബ്രൗൺ ബ്രെഡ് ഉണ്ട്, ക്രോയിസൻറ്റ്, കപ്പ് കേക്ക്സ് ആൻഡ് പേര് എനിക്ക് അറിയില്ല കേട്ടോ. ഇതാണ് മെയിനായിട്ട് വരുന്നത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൽ. സോസേജ്, പിന്നെ ബേക്കൺസ് ആൻഡ് ഹാഷ് ബ്രൗൺസ്, ബോയിൽഡ് എഗ്സ് നമുക്ക് ഒരു 5-6 ടൈപ്പ് ഉണ്ട്. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. നമ്മളുടെ കോഫി നമുക്ക് അല്ലെങ്കിൽ ടീ, ഇത് നമുക്ക് മിൽക്ക് വേണോ അത് ബ്ലാക്ക് വേണോ നമുക്ക് ചൂസ് ചെയ്യാം. ബേക്കണിൻ്റെ അതേപോലെ സോസേജ് ഓയിലാണ്, ലേശം പട്ടുള്ളൂ. ബട്ട് ഓവറോൾ അടിപൊളിയാണ്. നല്ലൊരു സിമ്പിളായ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ദോഹയിലെ ദൂസെറ്റ് ഹോട്ടലിലാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ഇവിടെ തന്നെ ആയിരിക്കും. കൊറോണയൊക്കെ അല്ല, അതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഒരു താൽക്കാലികമായിട്ട് ഒരു ഈവെന്റിന്റെ ആവശ്യത്തിനാണ് നമ്മളിവിടെ താമസിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ സ്റ്റാഫിനുള്ളതാണ് ഈ ഒരു അക്കോമഡേഷൻ. അപ്പോൾ ഞാൻ റൂം പരിചയപ്പെടുത്തരാം. അപ്പോൾ ഇതിലൂടെ നമ്മൾ കയറി വരുന്നത്. ഇവിടെ എമർജൻസി എക്സിറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കൺട്രോൾസ് കംപ്ലീറ്റ്. ഇതാണ് ബാത്റൂം ലൈറ്റ് കംപ്ലീറ്റ് അവിടെ തന്നെയാണ്. സോ ഇതാണ് നമ്മളുടെ വാഷ്റൂം. ബാത്ത് ടാബ് ഉണ്ട് ഇവിടെ. പിന്നെ കണ്ടില്ലേ, കർട്ടനാണ്, ഫുള്ള് മിനറാണ്. കണ്ട ഇവിടെ എന്ത് നടക്കുന്നു അത് അവിടെ കാണും, കർട്ടൻ അടച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ കർട്ടൻ പൊങ്ങാണ്. അപ്പം ഇതാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത്. വാ, ഇവിടെയും വെള്ളവും അതേപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്ററീസും കാര്യങ്ങളും ടവലുണ്ട്. പിന്നെ വെയിറ്റ് വെക്കാനുള്ളത്. ഇവിടുന്ന് ഷവർ ചെയ്യുക, കുളിക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുളിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതാണ് ടോയ്ലറ്റ്. ഓക്കെ, ഷെൽഫുണ്ട് കയറി ഇവിടെ നിർത്താൻ. ഇവിടെ ഇസ്തിരിടാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ അതേപോലെ തന്നെ ഡോറ്. ഇവിടെ ഒരു സേഫ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാല്യുബിൾസ് ആയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ച് പൂട്ടാം. ഉണ്ട്, അതിൻ്റെ അകത്ത് വേറൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടെന്ന് മോളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഖുറാനും മുസല്ലിയും ഉണ്ട്. ഹെയർ ഡ്രയർ ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ കാര്യമാണ്. 4 ഉണ്ട് മൊത്തം. ഇവിടെ ചെറിയ ടേബിൾ ഇവിടെയും വെച്ചിട്ടുണ്ട്. വലിയൊരു മിറർ. ഇത് അപ്പുറത്തെ റൂമിലേക്കുള്ള ആക്സസ് ആണ്. പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ഇവിടെയാണ്. പിന്നെ നമ്മൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന ടീ അതുപോലെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. അതുപോലെ TV ഉണ്ട്. പിന്നെ നമ്മൾ 2 പേരാണ്. എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്, മച്ചാൻ്റെ പേര് പറഞ്ഞ അതാണ്. അപ്പം ഇവനും ഇവിടെ ദോഹയിൽ എന്നെപ്പോലെ തന്നെ വളർന്നതാണ്. ഇവിടെ MES പഠിച്ചാണ്, 2015 ബാച്ച് അല്ലേ? സോ എൻ്റെ ലാപ്ടോപ്പ്, ഇവൻ്റെ ബാഗ്, ഇവനിവിടെ കിടക്കും, ഞാനിവിടെ കിടക്കും.
ഇവിടെ ക്ലോക്ക് ഉണ്ട് ഡിജിറ്റൽ, പിന്നെ ചെറിയൊരു നോട്ട് പാഡ്, ഇവിടെ ടെലിഫോൺ കാലിയാണ്. എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി മെസ്സേജാണത്. മാഗസീൻസ്, അതേപോലെ തന്നെ ഹോട്ടലിൻ്റെ മറ്റ് വിവരങ്ങളും കാര്യങ്ങളും, ഗൈഡ്, ടെലിഫോൺസ്, അതേപോലത്തെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഇതിൽ. നല്ലൊരു വാളാർട്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു ടേബിൾ ഇവിടെയുണ്ട്. ഇതെല്ലാം മാർബിളാണ് കേട്ടോ, ടേബിൾ മൊത്തം മാർബിളാണ്. ഇനി ഇവിടെയാണ് സീൻ. ഓ ഉണ്ടല്ലേ, പൊളിയല്ലേ, അടിപൊളി സീനാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള മറ്റുള്ളവർക്കൊക്കെ നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കർട്ടനൊക്കെ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ, ജസ്റ്റ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നീക്കിയാൽ കംപ്ലീറ്റ്ലി അത് വലിഞ്ഞു പോയിക്കോളും. ഇതാണ് നമ്മളുടെ റൂം കീ, നമ്മളുടെ വെൽക്കം കിറ്റിൽ പെടുന്നതാണ്. ഇതാണ് നമ്മളുടെ വെൽക്കം കിറ്റ്. സ്റ്റേയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മെനു, പിന്നെ ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെയും മെനു ആണ് ഇവിടെ കാണുന്നത്. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ടൈം, അതേപോലെ തന്നെ നമുക്കിവിടെ കിട്ടുന്ന മറ്റ് ഫെസിലിറ്റീസിൻ്റെ ഒക്കെ നമ്മളുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മൊത്തം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു. ആക്ച്വലി നമ്മൾ കംപ്ലീറ്റ് ഫുൾ പാക്കേജാണ് നമ്മളത്, കാരണം അറ്റ്ലീസ്റ്റ് 2 വീക്സോളം നമ്മളിവിടെ സ്റ്റേ ഉണ്ട്, അതുകൊണ്ടാണ്. നൈറ്റ്ലി റീഡിങ് ലാംപ്സ്, അതേപോലെ കർട്ടൺ ഓപ്പൺ ആക്കുക, ക്ലോസ് ആക്കുക. ഇന്നൊക്കെ കഴിഞ്ഞാൽ കർട്ടൺ എന്തായി ക്ലോസ് ആയി ഉണ്ടാ പറ്റാ. ഇപ്പോൾ ടി വിയിൽ നമ്മുടെ എൻ്റെ റൂംമേറ്റാണ് മിർസാബ്, അവൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത്. ഖത്തർ ക്ലീൻ. ഇത് COVID-19 ഇത് ഈ സർട്ടിഫിക്കറ്റ് മാത്രം റൺ ചെയ്യാൻ പറ്റുമോ, റെസ്റ്റോറൻറ്റ്, ഹോട്ടലും കാര്യങ്ങളൊക്കെ. ഇവിടെ ദോഹേൻ്റെ ടെമ്പറേച്ചർ, അതേപോലെ തന്നെ ഡേറ്റ്, ടൈം, പിന്നെ ഇതാ വീണ്ടും നമ്മുടെ റൂംമേറ്റിൻ്റെ, അവൻ്റെ പേരിലാണ് ഈ റൂമുള്ളത്. ഞാൻ അവൻ്റെ റൂംമേറ്റ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്, അപ്പോൾ അവൻ്റെ പേരിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സർപ്രൈസാണ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇത് നമ്മുടെ ഫയലും കാര്യങ്ങളൊക്കെ വെക്കാൻ വാച്ച്, അങ്ങനത്തെ ടൈ. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സംഭവം. ഫ്രിഡ്ജാണ്, ഒരു മിനി ഫ്രിഡ്ജ്. പക്ഷെ ഇപ്പോൾ ഇത് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഗ്ലാസ്, അതേപോലെ ഐസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കോവിഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു. സ്വാബ് വല്ലാത്തൊരു സുഖം കേട്ടോ. ഞാനായിരുന്നു നമ്മുടെ ടീമേറ്റ് എന്ന് പറയുക, ഓൾമോസ്റ്റ് ലാസ്റ്റ്. ഇതിപ്പോൾ 2 പേരും കൂടി ഉണ്ട്. അപ്പോൾ തിരിച്ച് റൂമിലേക്ക്. ഇവിടുത്തെ ഒരു ബാറാണ്, അതിലിപ്പോൾ പൂട്ടി കിടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ലോബി താഴെ കാണുന്നത്. പിന്നെ അടാ റോൾസ് റോയ്സിൻ്റെ പഴയ വിൻറ്റേജ് വണ്ടി. ഇതിപ്പോൾ ഖത്തറിലെ മിക്കവാറും ഏത് ഹോട്ടൽ, ഖത്തറിലെ ലോകത്ത് മിക്കവാറും ഏത് ഹോട്ടലിൽ പോയി 5 സ്റ്റാർ പോയി കഴിഞ്ഞാലും ഒരു വിൻറ്റേജ് വണ്ടി കാണാൻ പറ്റും. എന്നൊക്കെ വിളിച്ചുകൊണ്ട് കടലിൽ നിന്ന് വെള്ളം വരുന്നത്. ഓ, ഞാൻ മുന്നേ റാപ്പിഡ് ടെസ്റ്റ് എടുത്തിരുന്നു, പക്ഷേ അത് ജസ്റ്റ് ബ്ലഡ് വയറിൽ നിന്നൊക്കെ നമ്മുടെ ഡയബറ്റിക്സ് ഒക്കെ ചെക്ക് ചെയ്യില്ല, അതുപോലെ. ഇനി തിരിച്ച് റൂമിലേക്കാണ്, കാരണം ഭക്ഷണം ഡിന്നർ ഓർഡർ ചെയ്യേണ്ട ടൈമായി. അത് നമ്മൾ ഓർഡർ ചെയ്താലാണ് വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. ഇവർ 2 പേരും കൂടി ഉണ്ട്, നമ്മളുടെ ടീം മെമ്പേഴ്സാണ് ഇവരും. അപ്പോൾ ഞാൻ ഡിന്നർ ഓർഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ ഫോണിൽ എൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത്, മിസ്റ്റർ റാഷിദ്. സോ ഇതിന് എക്സ്റ്റൻഷൻ വരുന്നത്, അതായത് ഫുഡ് ഓർഡർ ചെയ്യാനുള്ള എക്സ്റ്റൻഷൻ വരുന്നത് 444 അല്ലെങ്കിൽ 4445. അപ്പോൾ നമ്മൾ 44 അടിച്ച് നോക്കാം. 4445. Good evening, and I'm dining. Hi, I would like to order my dinner. Room number 908. Under the name of Mr. Rashid or Mr. Rashid. Mr. Rashid. Chicken Caesar salad. Yes. Okay. In main course. Grilled salmon. Yeah. Okay. Cinnamon pear tart. This is tart but with cinnamon and pear. It's made of cinnamon and pear, and you can choose with whether chocolate sauce or strawberry sauce. Well, your timings is from 6:30 until 9 o'clock. Okay, I would like to have at 7. 7. Yes, sir. Yeah. Okay then. Thank you so much. You're welcome. Thank you. Bye-bye. Bye. അങ്ങനെ നമ്മളുടെ ഫുഡ് അപ്പോൾ സംഭവം വരുന്നത്, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാം, ഇവിടെ ഒരെണ്ണം ചൂസ് ചെയ്യാം, ഇവിടെ ഒരെണ്ണം ചൂസ് ചെയ്യാം. അത് അപ്പറ്റൈസേഴ്സ്, സലാഡ്സ്,
ആൻഡ് സൂപ്സ്. അപ്പോൾ ഇതിൽ നിന്ന് പറയണം, ഇവിടെ കൊടുത്തേക്കുന്ന ഫത്തൂഷ് ഉണ്ട്, ചിക്കൻ സീസർ സലാഡ് ഉണ്ട്, ലെൻറ്റിൽ സൂപ്പ്, ഹമൂസ് സൂപ്പ് ഓഫ് ദ ഡേ ആൻഡ് ഹോട്ട് മസീഹ്. അല്ല ഇവിടെ മെയിൻ കോഴ്സ് ഇതാണ് മെയിൻ ഐറ്റംസ് വരുന്നത്. ഇവിടെ ഓറിയൻ്റൽ ബാർബിക്യൂ ചിക്കൻ ഗ്രിൽ സാൽമൺ, ഹെൽത്തി പെന്, പിന്നെ ഫിഷ് മജ്ബൂസ്, അങ്ങനെ ഇവിടെയും. പിന്നെ ഡെസേർട്സിൽ ഇതേപോലെ 4 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ലഞ്ചും ഡിന്നർ ഇതാണ് വരുന്നത്. അതേസമയം ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിപ്പോൾ രാത്രി തന്നെ ഓർഡർ ചെയ്യണം, എങ്കിലേ നമുക്ക് രാവിലെ കിട്ടുള്ളൂ. അത് 7 മണി മുതൽ 10 മണി വരെ. ഡിന്നർ വരുന്നത് 6:30 മുതൽ 9 മണി വരെ. സമ്മതിക്കണം കേട്ടോ, എല്ലാത്തരം സേഫ്റ്റി മെഷേഴ്സ് ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താ ഇപ്പോൾ ഗ്ലാസ് ഒന്ന് ക്ലീനായി. ഇല്ല എന്നൊന്നും ഇല്ല, ഇല്ല 5 പേര് 6 പേര്. ആ ശരി, ഇത് അവിടം വരെ ഉണ്ടല്ലേ. ഇതേപോലത്തെ സംഭവം എല്ലാ ഗ്ലാസിൻ്റെ മുകളിലും താഴെയുണ്ട്. അതിലാണ് ഇവർ സപ്പോർട്ട് കൊടുക്കുന്നത്. എല്ലാവരും ഒരേ സമയത്ത് തന്നെ കേട്ടോ, ഒരേ രീതിയിൽ തന്നെയാണ് ഇവർ ക്ലീൻ ചെയ്ത് പോകുന്നത്. ഇയാട് അത് തിരിച്ച് റീഫിൽ ചെയ്യട്ടോ അവർ. ആ ബക്കറ്റ് എന്താ ഇവിടുന്ന് തന്നെ, അത് തീരുമ്പോൾ ഇവിടുന്ന് തന്നെ റീഫിൽ ചെയ്യണം അവർ. ഇത് കാണുമ്പോൾ അത്ര ഈസി ഒന്നുമല്ല, പക്ഷേ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ പേയ്മെൻറ്റ് കൂടുതലാണ്. അത്ര റിസ്ക് എടുക്കുന്ന ജോബാണ്. അങ്ങനെ ഇത് ചെയ്യുന്ന ആൾക്കാർ വളരെ റെയറാണ്. ചെയ്യുന്നവർക്ക് നല്ല പേയ്മെൻറ്റ് ഉണ്ടോ. അദ്ദേഹം റീഫിൽ ചെയ്യണം. ഇല്ല അവർ കാര്യം തിരിച്ച് മുകളിലോട്ടേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലീനിങ്, അതായത് ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾ ഉപയോഗിക്കുന്ന അവരെ കയറും കാര്യങ്ങളൊക്കെയാണത്. പിന്നെ ഇതൊക്കെയാണ് അവരെ ഹെൽമെറ്റും മറ്റ് സാധനങ്ങളൊക്കെ. ഈ ഒരു ടവർ മൊത്തം അവർ ക്ലീനാക്കി 2 ദിവസം കൊണ്ട്. ഒന്നും പറയാൻ കേട്ടോ, സൂപ്പർ ക്ലീനാക്കി തന്നിട്ടുണ്ട് മൊത്തത്തിൽ. Good evening, sir. Good evening. Can I get your signature, sir? സോ ഭക്ഷണം വന്നു. ഞാനിത് ആക്ച്വലി 7 മണിക്കാണ് ഓർഡർ ചെയ്തത്. അപ്പം പക്ഷെ വന്നത് 7:30 ആവാറായി ഇപ്പോൾ ഓൾറെഡി. സോ പക്ഷെ ഞാൻ അത് മാറ്റിയിരുന്നു 8:30ക്ക്, പക്ഷെ അവർ 7 മണിക്ക് തന്നെ കൊണ്ടുവന്നു. ഇപ്പോൾ സമയം ആയത് 7:18. ഞാനത് ഗൂഗിൾ ചെയ്ത് കാണിച്ചു ഞങ്ങൾക്ക്. ഇതാണ്ട ഖത്തർ ടൈം 7:18 ഉണ്ടാ. സോ ഞാൻ ഈ ഫുഡ് ആക്ച്വലി ഓർഡർ ചെയ്ത് 7 മണിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് വന്നത്. ഇതാണ് ഫുഡ്.
എന്താ ഓർഡർ ചെയ്തെന്ന് ഓർമ്മയില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് സാൽമൺ ആണ്, ഗ്രിൽഡ് സാൽമൺ. പിന്നെ ഇത് ചിക്കൻ സലാഡ് കാറ്റഗറീസ്. അപ്പോൾ തുറന്ന് നോക്കാമല്ലോ ഇതെങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതുള്ളത് ചിക്കൻ സീസർ സലാഡ്, പിന്നെ ഇത് ഗ്രിൽഡ് സാൽമൺ, പിന്നെ ഇത് ലാസ്റ്റ് ഇത് സിനമൺ പിയർ ടാർട്ട് എന്നുണ്ട്. സംഭവം ഒരു കേക്കാണ് കേട്ടോ ഇത്. നമുക്ക് ലാസ്റ്റ് നോക്കാം. സോ ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിന് മൊത്തം ബില്ല് ഞാൻ കാണിച്ചു തരാം. 50 റിയാൽ. പക്ഷേ 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഇത് ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. നമ്മുടെ സലാഡ് തന്നെ ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. ബേസിക് കേട്ടോ, നോർമലാണ്. ഇത് ചോക്ലേറ്റ് ആണ് ടോപ്പിങ്ങിൻ്റെ. മറ്റേ മുകളിലുള്ളത് പീച്ചാണ്, താഴെ കേക്കും. ബേസിക് സലാഡ്. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ മെയിൻ കോഴ്സ്. ഇത് സാൽമൺ ഗ്രിൽഡാണ്. ഇതിൻ്റെ ടോപ്പ് സ്കിൻ അടക്കമുണ്ട്. നല്ലൊരു ഫ്ലേവർ കേട്ടോ ഇതിൻ്റെ. ரொம்ப നൈസാണ്, പൊളിയാണ്. അപ്പോൾ നമ്മുടെ മച്ചാൻ്റെ ഫുഡ് വന്ന് എൻ്റെ സെയിം സലാഡാണ് മൂപ്പരെടുത്തേക്കണത്. ഇപ്പോൾ കണ്ടില്ല, റൂമിലെ എല്ലാ ലൈറ്റും ഓഫാക്കിയിട്ട് ഈ ടേബിൾ ലാമ്പിൻ്റെ ലൈറ്റ് മാത്രം വെച്ചിട്ട് പുള്ളിക്കാരൻ ഫോട്ടോ എടുക്കുകയാണ്. പ്രോ ആട്ടോ പുള്ളിക്കാരൻ. പുള്ളിക്കാരുടെ മറ്റ് ഫുഡൊക്കെ കൂടെ എത്തിക്കുന്നത് ബർഗറാണ്, ഫ്രൈസ് ഉണ്ട്, പിന്നെ മാലിയാണ്. ഗൈസ് ഇതാണ് ഉമാലി. ഇതൊരു അറബിക് സ്വീറ്റ് ആണ് കേട്ടോ. ഇതാണ് ബർഗർ. ഇതെന്തിൻ്റെ ബർഗറാടാ? ബീഫാ? ഇത് ബീഫ് ബർഗറാണ്. പൊള്ളി കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഫ്രൈസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ ബീഫ്? പൊള്ളിയാണല്ല, അത്യാവശ്യം തിക്കാണല്ലേ, ക്വാണ്ടിറ്റി ഉണ്ട്. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇങ്ങനെ ക്വാണ്ടിറ്റി കിട്ടുക വെച്ചാൽ ഭാഗ്യം തന്നെയാണ്. അത് 50 റിയാൽസിന് മൊത്തം. ഫ്രൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടുണ്ട്, ക്രഞ്ചിയാണ്, ലേശം സാൾട്ടും. പക്ഷെ നല്ല സാധനം കേട്ടോ. ഞാൻ ഓർഡർ ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ കുറേ വെജിറ്റബിൾസ് സലാഡ് അതൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്തതാണ്. നല്ല ഡയറ്റിങ്. അങ്ങനെയുണ്ട് സീസർ സലാഡ്? നല്ലല്ലേ? അടിപൊളി. നല്ല അടിപൊളി സാധനം. മറ്റേ സോസ് അടിപൊളിയാണ്. ഡ്രസ്സിങ് ആണ് അതിൻ്റെ താരം. എങ്ങനെയുണ്ടോ ബർഗർ? വലിയ പോരാ അല്ലേ? വലിയ പോരാ. കാണുന്ന ലുക്കേ ഉള്ളൂ അല്ലേ? ലുക്കേ ഉള്ളൂ, പക്ഷെ കളർ പോരാ. അത്യാവശ്യം തിക്നെസ് ഉണ്ടല്ലോ ബർഗറിന്. അത്യാവശ്യം തിക്നെസ് ഉണ്ട്. ബർഗർ തിക്നെസ് കുറവാണ്. ബർഗർ തിക്നെസ് കൂടുതലാണ്. അതെ. ഫ്രൈസ് എങ്ങനെയുണ്ട്? ഫ്രൈസ് കുഴപ്പമില്ലല്ലോ. നീ കഴിച്ചു നോക്കിയല്ലേ? ഞാൻ കഴിച്ചു നോക്കി, അടിപൊളി. എനിക്ക് ഇഷ്ടമായി. എങ്ങനെയുണ്ട് ഉമാലി? അടിപൊളിയാ. ഇതാ ഹെവി. റെഡിയാ? റോസ് വാട്ടറിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല. ചൂടുണ്ട്. ചൂടാണ് മെയിൻ. സമയം 11:45. ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് 4. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് അറേബ്യൻ ഷാക്ഷുക്കയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വന്നു. അറേബ്യൻ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത്രയും എണ്ണത്തിൻ്റെ റേറ്റാണ് 95. ഇത് അറബിക് മെനു ആണ്.
ഷാക്ഷുക്കയാണ്, മുട്ടയുടെ ഒരു ഐറ്റം ആട്ടോ ഇത്. ഷാക്ഷുക്ക എന്ന് പറയുമ്പോൾ ഇവിടെ ജ്യൂസ് ഉണ്ട്, കോഫി ഉണ്ട്, പിന്നെ ഫൂലും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈറ്റ് ലൈക്ക് എ കിങ് എന്നാണ് ഇംഗ്ലീഷുകാർ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയാറ്. നമ്മളുടെ റൂംമേറ്റ് ഇപ്പോഴും ഉറക്കത്തിലാണ്. ഇത് ഫൂലുണ്ട്, ഗ്രിൽ ചീസ്, ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. ഷാക്ഷുക്ക, പിന്നെ ബ്രെഡ്, പിന്നെ തൈരാണ്, ഒലീവ് ടോപ്പിങ്, പിന്നെ ഓറഞ്ച് ജ്യൂസ്, കോഫി. ഇതാണ് നമ്മളുടെ അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഷാക്ഷുക്ക ആക്ച്വലി വളരെ ഹെൽത്തി ഒരു സാധനം കേട്ടോ. ഇത് മുട്ടയാണ്, ആക്ച്വലി മുട്ടയാണ് ഇതിൻ്റെ മെയിൻ. ഇത് പലസ്തീൻ, ഇസ്രായേൽ, ഈജിപ്ത് അവിടെയൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. ഇതിപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെർവിങ് വരുന്നത്. അല്ലെങ്കിൽ നല്ലൊരു പാത്രത്തിൽ നല്ല അടിപൊളിയായിട്ട് അവരെന്ത് ചെയ്യും, സെർവ് ചെയ്ത് തരും. Hi, man. Our team members. What's the name? Farhan. And one more team member. Anshaf. All Malayalis. So guys, നമ്മുടെ ലഞ്ചാണിത്. ഇത് ചാർഗിൾഡ് ബാർബിക്യൂ ചിക്കൻ വിത്ത് സലാഡ് ആൻഡ് ഫ്രൈസ്. ജംഷീദ്, രണ്ടുപേര് എക്സിറ്റ് ആയി. ഇവിടെ ഉണ്ടായി രണ്ടാൾക്കാർ എക്സിറ്റ് ആയി. അവന് ഭാഗ്യമില്ലല്ലേ? ആ ഇപ്പോൾ നമ്മൾ പോവാം. അപ്പോൾ ശരി, ബൈ. നിങ്ങളെപ്പോഴാണ് പോകുന്നത്? 8-ാം തീയതി. അച്ഛാനെ ബൈ. ഏതാണ്ട് 12 ദിവസം ഇവിടെ താമസിച്ചു. ഇറങ്ങാണ്. വേണ്ട, ഫുൾ സെറ്റാണ് റൂം, കംപ്ലീറ്റ് സെറ്റാണ്. എല്ലാം പാക്ക് ചെയ്തു. നമ്മൾ ബാഗെല്ലാം ഉണ്ടല്ലേ. അവസാനമായിട്ട് ബായ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ റൂമുകളിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ പേരിൽ മിർസാബ് മറ്റേ പേര്. പിന്നെ ഇതിൽ ഇവിടെ ഇതാണ് നമ്മളുടെ ഈ ആഴ്ചത്തെ മെനു ആട്ടത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വേറെ, ഈ ആഴ്ച വേറെ മെനു ആണ്. മൊത്തത്തിൽ ഫുഡ് ഒഴികെ ബാക്കിയല്ല അടിപൊളി. ഫുഡ് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിലവാരമായിട്ടില്ല. അത് പക്ഷേ കൊറോണയൊക്കെ അല്ലേ, പിന്നെ സ്റ്റാഫൊക്കെ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. ഇവർക്ക് 3 നേരം ഫുഡ് നമുക്ക് തരണം. നമ്മളുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഏതാണ്ട് 80ഓളം ഗസ്റ്റുകളുണ്ട്. അല്ലാണ്ട് ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഹോട്ടൽ ഗസ്റ്റുകളുണ്ട്, പിന്നെ കൊറോണ ഗസ്റ്റുകളുണ്ട്. അപ്പം എല്ലാം കൂടിയിട്ട് ഇവർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിൻ്റെ ഇഷ്യൂ ആയിരിക്കും അത്. അല്ലെങ്കിൽ മൊത്തത്തിൽ സംഭവം പൊളിയാണ്. ലാസ്റ്റ് നമ്മൾക്ക് ഇവിടെ നല്ല സർവീസ് തന്ന 2 സ്റ്റാഫാണ്, ഇവാഞ്ചലിയും പിന്നെ അല്ലമീൻ, 2 പേരാണ്. അപ്പോൾ ഇവർ റൂം സർവീസ് ചെയ്ത ആൾ. ഇവരാണ് ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്നത് ഡെയിലി വന്നിട്ട്. അപ്പോൾ അവരുടെ പേര് എഴുതി കൊടുക്കുകയാണ്. അതായത് നല്ല സർവീസ് ചെയ്ത ആൾക്കാർ, നല്ല സ്റ്റാഫിന് നമ്മൾ റെക്കഗ്നീഷൻ കൊടുക്കുന്നതാണ്. ഇതിവിടെ താഴെ പോകുമ്പം റിസപ്ഷനിൽ കൊടുക്കാനുള്ളതായത്. അവസാനമായിട്ട് നമ്മളെന്ത് ചെയ്യുക, ആ കാർട്ടൺ കൂടി അങ്ങ് അടക്കുക. ഈ ബട്ടൺ നിൽക്കുക, വേണ്ട. അവസാനമായിട്ട് സോ അതും കഴിഞ്ഞു. ഇനി ഇറങ്ങും മുന്നേ നമ്മളുടെ ഇവിടുത്തെ എന്താ പറയുക, ബില്ലിംഗ് റെസീപ്റ്റൊക്കെ ഇതിൽ വരും. ഈ ഫങ്ഷൻസ് പോയി കഴിഞ്ഞാൽ ഇവിടെ അലാറം ക്ലോക്ക് സെറ്റ് ചെയ്യുക, ലാംഗ്വേജ്, ഇൻവോയ്സ് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്നതിൻ്റെ മൊത്തം റെസീപ്റ്റ് ആട്ടോ ഇത്. മൊത്തം 2500 റിയാൽ നമ്മളുടെ റെസീപ്റ്റ് വരുന്നത്. ഉണ്ടോ, ഫുഡ്, റൂം പാക്കേജും കാര്യങ്ങളൊക്കെയാണ്. ഫൈനലി ഇറങ്ങുകയാണ് നമ്മളെ ചങ്ങായി ഇവിടെ നമ്മളെയും കാത്തിട്ടുണ്ട്. ഇത് സബ്സ്ക്രൈബർ ആട്ടോ. I'm going to subscribe to his channel. Thank you. He's my friend. Thanks to meet you, man. Corona. Okay. Bye. Bye. You can put it here. Good subscribe. I'm going to subscribe, man. Thank you. All right. See you guys. കാണുന്നതാണ് നമ്മളുടെ ഹോട്ടൽ.
ഇതാണ് ഇവിടുത്തെ മറ്റു ഹോട്ടൽസ്. ഇത് ഡബ്ല്യു ഹോട്ടൽ, ബാക്കിൽ കെമ്പൻസ്കി, അങ്ങനെ ഫുള്ള് ഹോട്ടൽ ഏരിയ ആണ്. സോ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ നമ്മുടെ ചങ് ബ്രോ ആണ്, നമ്മുടെ ടീംമേറ്റ്സ് ആണ്. അപ്പോൾ എന്താ പറയാനല്ലേ, എന്ത് പറയാൻ, 2 ആഴ്ച ഇവിടെ തന്നെ ആയിരുന്നു, കഴിഞ്ഞു. ഇനിയിപ്പം വീട്ടിലേക്ക്. നിങ്ങളിവിടെ തന്നെ ഉണ്ടല്ലേ? നിങ്ങൾക്ക് നാളെ കഴിഞ്ഞിട്ടല്ലേ? ഇവർക്ക് 2 ദിവസം കൂടി ഉണ്ട്. ഞങ്ങൾ നേരത്തെ പുറത്താക്കി, എന്ത് ചെയ്യാനാ? നമ്മൾ നേരത്തെ പോകുന്നത്. നേരത്തെ പുറത്താക്കി എന്ന് തന്നെ പറയാം. ആകെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇനി ഓരോ 3 ദിവസം കൂടുമ്പോഴുള്ള കൊറോണ ടെസ്റ്റ് ഇല്ലാണ്ടായി. എത്ര നല്ല സുഖമായിട്ട് ഇപ്പൊ ശീലമായിട്ടോ. ആദ്യമൊക്കെ വേറെ ഉണ്ടായിരുന്നു. ആ കുത്തലിനെ പറ്റി ഒന്നും പറയാണ്ടിരിക്കാൻ ഒരു നേഴ്സ് ഉണ്ട്, ഒരു വല്ലാത്ത ജാതി നേഴ്സാ. ആ നേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ നല്ലപോലെ കുത്തി വേദനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശരി, മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ. ഇതിന് മുന്നേ റാപ്പിഡ് ആയിരുന്നു. ലാസ്റ്റ് ടൈം റാപ്പിഡ് ആയിരുന്നു. ഇപ്പോൾ 3 സാപ്പ് ടെസ്റ്റ് കഴിഞ്ഞിട്ടോ. അങ്ങനെ വീണ്ടും സാപ്പ് ടെസ്റ്റ്. ഇപ്പോൾ 2-3 കഴിഞ്ഞു. ഇതുവരെ കഴിഞ്ഞ എല്ലാം നെഗറ്റീവാണ്. ഇപ്പോൾ 1 കഴിഞ്ഞു. കുത്തി പിത്തം. ആദ്യത്തെ പ്രത്യേക സുഖമായിരുന്നു, പിന്നെ അത് വേദനിച്ച് തുടങ്ങി. എല്ലാ 3 ദിവസം കൂടുമ്പോൾ ഒരു സാപ്പ് ടെസ്റ്റ്.